ഒരു 2 ആഴ്ചത്തെ പരീക്ഷേൻ്റെ ഇടയിൽ എനിക്കിവിടെ തല അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴേക്ക് ഇതാ തലയിൽ കുഞ്ഞു കുഞ്ഞു താരനൊക്കെ വന്നിട്ട് ഭയങ്കര ചൊറിച്ചിലാന്നിട്ട് ഇങ്ങനെ 24 മണിക്കൂർ മാന്തി നടക്കുന്നുണ്ട്. ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഈ പിള്ളേർ തലയൊന്നും നടക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ചീന്തി വൃത്തിയായി കൊണ്ട് നടക്കും. അപ്പം ഞാൻ വേഗം പോയിട്ട് 2 പപ്പടം എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് കുതിരുന്ന സമയം കൊണ്ട് തലയൊന്ന് നന്നായിട്ട് ഒരു ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ച് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിരുന്നതാണ്. ആ പരീക്ഷ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നാകെ ഭ്രാന്താവും. ഇപ്പോൾ 2 ആൾക്കാർക്കും കൂടി പഠിപ്പിക്കാനില്ലേ. അപ്പോൾ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഞാൻ ആ തല നന്നായിട്ടൊന്ന് ചീവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് താരം പോലത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുപ്പിൽ പോകുമ്പോന്നോട്ടെ വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിതാ മുറ്റത്ത് വന്നിട്ടാണ് തല കഴുകുന്നത്. അകത്തുനിന്ന് തല കഴുകിയ മൊത്തം അവിടേക്ക് ആവട്ടെ ഈ പപ്പടത്തിൻ്റെ സാധനം. അപ്പോഴേക്കും നമ്മളെ പപ്പടം നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കൈകൊണ്ട് ഞെമിണ്ടിയതിന് ശേഷം തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കട്ടെ. പിന്നെ ഞാൻ പപ്പടം ഒന്നും എല്ലാവരും തേക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ പപ്പടവും താളി പിന്നെ മറ്റേ ചെറുപയർ കടലമാവ് അതൊക്കെ ഇട്ടിട്ടാ തല തേച്ച് കഴുകി തന്നേന്ന്. അതിൻ്റെ ഒരു ഫലമായിരിക്കും ഇപ്പം എൻ്റെ മുടിക്ക് ഉണ്ടാവുക. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അതിലൊന്നും വാദിക്കാനും തർക്കിക്കാനും ഒന്നുമില്ല. താല്പര്യമുള്ളവർ ചെയ്യുക. പിന്നെ അതൊരു കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. 6 മാസത്തിലൊക്കെ ഒരിക്കലൊക്കെ പപ്പടം തേച്ചാൽ മതി. ഇനി എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് തല പുറത്തുനിന്ന് കഴുകി കൊടുക്കുക, വൃത്തിയാക്കി കഴുകുക, തല തോർത്ത് അപ്പം തന്നെ ഒരു ആശ്വാസം കിട്ടും.